നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്നൊരു കുട്ടി മേക്കപ്പ് വീഡിയോ ആട്ടോ. കുറച്ച് സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സ്കിൻ നല്ല ഫ്ലോലെസ് ആയിരിക്കാനുള്ളത്. ആദ്യം നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ടോണറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാമാർത്തിൻ്റെ നമ്മുടെ അക്വാഗ്ലോൻ്റെ നല്ല ഹൈഡ്രേഷൻ തരുന്ന മോയ്സ്ചറൈസർ ഇട്ടു. നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ്. അത് വന്നിട്ട് സ്പ്രേ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡോട്ട്&കീയുടെ സ്കിൻ കെയർ ട്രാൻസ്പെറൻറ്റ് എന്താ പറയുക സൺസ്ക്രീൻ സ്പ്രേ ആണ്. SPF 50 ആണ്. ഗ്രീൻ ടീ ആൻഡ് മൻഡാരിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ട് അതുപോലെ ഫ്ലോലെസ് ആയിട്ട് ഇരിക്കുന്നു കാണാൻ പറ്റും. സ്കിൻ ഭയങ്കര ഒരു തിളക്കമുണ്ടാവും, പക്ഷെ അധികം ഉപയോഗിക്കരുത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെറിയ ഒരു കവറേജിന് വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ കേട്ടോ ഫുൾ കവറേജ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട്. കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് വാങ്ങിക്കാം. എൻ്റെ ഷെയ്ഡ് ഒരു 14 ആണെന്ന് തോന്നുന്നു. #14 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സംഭവമായിട്ടത്. കാരണം നമുക്കൊരു അധികം റേറ്റ് ഒന്നും ഇല്ല. ഒരു 300ൻ്റെ ഒക്കെ ഉള്ളിലുള്ളൂ കേട്ടോ തോന്നുന്നു. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ഐബ്രോ സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ലോറിയൽ പാരീസിൻ്റെ ആണ് കേട്ടോ. ഇത് ഐബ്രോൻ്റെ ആ ഒരു പൗഡറാണ്. ഇത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് പുതിയത് മേടിച്ചതാണ്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ബ്രഷ് ഉണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ഐബ്രോ സെറ്റിങ് ഒരു എന്താ പറയുക നമ്മൾ എന്താ പറയുക മസ്കാരയുടെ ഒക്കെ ഒരു ബ്രഷ് ടൈപ്പില്ലേ അങ്ങനത്തെ ഉണ്ട്. നമുക്ക് അത് വെച്ച് സെറ്റ് ചെയ്യാം. അതേപോലെ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് ഓവറായിട്ടുള്ള കളർ 2 ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് എന്താ പറയുക ബ്രൗണും ഒരു ചെറിയൊരു ലൈറ്റർ ബ്രൗണും. നെക്സ്റ്റ് നമ്മൾ ഫേസ് സ്കാനറുടെ ചെറിയ ഒരു കുഞ്ഞു ഐലൈനർ എന്താ പറയുക ബോട്ടിലിൻ്റെ ആണ് ഇത് വെച്ചിട്ട് നമ്മൾ ലൈനർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പിന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവർക്ക് എന്ത് ഫൗണ്ടേഷൻ ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആകെ പിരിപിരിന്നിങ്ങനെ കേക്കിയൊക്കെ ആയിട്ടിരിക്കില്ലേ മുഖം, അങ്ങനെയൊന്നും ഇരിക്കാണ്ട് ഭയങ്കര ഫ്ലോലെസ് ആയിട്ടിരിക്കാനും പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ കാണിച്ച പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ആപ്റ്റാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാലും എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് നമുക്ക്. നെക്സ്റ്റ് നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മുടെ എന്താ പറയുക കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോമ്പാക്റ്റ് അല്ല, ലൂസ് പൗഡറാണ് നമ്മുടെ മിസ് ക്ലെയറിൻ്റെ കേട്ടോ. നല്ല ലൂസ് പൗഡറാണ്. എനിക്ക് നല്ലൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനത് കാരണം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് നമുക്ക് ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അധികം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സെറ്റ് ആവും കേട്ടോ. നല്ല ഗ്ലോ വരും. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കര സൂമായിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മളങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത മാതിരിയോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ലിപ്പിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ലിപ്പ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം അത് അത്യാവശ്യം അത് പോവുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യാം. ഇത് ഒരു ചെറിയൊരു ന്യൂഡ് ഷെയ്ഡാണ് നമ്മുടെ ലിപ്പ് ലൈനർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നന്നായി തോന്നാറുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ലിപ്പിന് അധികമൊന്നും അങ്ങനെ ഭയങ്കര ഓവറായിട്ടൊന്നും ലൈൻ ചെയ്യാറില്ല. ചെറുതായിട്ടൊരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ഔട്ടർ ലൈൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ ചുണ്ടുകളുടെ ലൈനിൻ്റെ പുറമേ നിന്നും കൊടുക്കാം, ഉള്ളിൽ നിന്നും കൊടുക്കാം. വലുതാക്കി തോന്നിക്കാനും ചെറുതാക്കി തോന്നിക്കാനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. മിസ് ക്ലെയറിൻ്റെ ലിപ് ക്രീമാണ്. ഷെയ്ഡ് 58 ആണ്. നല്ലൊരു ന്യൂഡ് കളറാട്ടോ. ഇത് ഇടുമ്പോൾ കുറച്ചൊരു വെള്ളം കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് തോന്നും, ക്രീമി മാതിരി. കുറച്ച് ക്രീം തന്നെയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങിയിട്ട് നമ്മുടെ ലിപ്സിൽ നല്ല ക്രീമായിരിക്കും. എന്നാൽ ലിപ്സ് നല്ലൊരു എന്താ പറയുക നല്ല ലുക്ക് തരും ചെയ്യും. ന്യൂഡ് കളറാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഇട്ട ചുരിദാർ ഒരു കോളർ ചുരിദാർ ആയതുകൊണ്ട് നെക്കായതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടി. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഇത് വന്നിട്ടൊരു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡാണ്. ഗ്ലോ ലിക്വിഡാണ്. സ്പ്രേ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ വെക്കുന്നു കേട്ടോ. ഞാൻ ചെറിയ വീഡിയോ ആയതുകൊണ്ട് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇത് നമുക്ക് എല്ലാ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. നമ്മുടെ ബോഡിയിലും ചെയ്യാം, നമുക്ക് നമ്മുടെ ഫേസിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2-3 ഷെയ്ഡ് ഉണ്ട്. ഞാൻ മേടിച്ചിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. അപ്പോൾ വല്ലാണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത പോലെ തോന്നും. ഈ ഒരു കുറച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കാണുന്നില്ലല്ലോ. ചെറിയൊരു തിളക്ക സ്കിന്നിനുണ്ടാവും. അതേപോലെ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. നല്ല പെർഫെക്ഷൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിത് ഡാബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങും. നമുക്കിത് കൈമയും കാലുമയും പിന്നെ നമ്മൾ നെക്കൊക്കെ ഭയങ്കരമായിട്ട് വൈഡായിട്ട് നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ബ്യൂട്ടി ബോൺസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾ അടുത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ സ്കിന്നിൻ്റെ ഒരു ഫ്ലോലെസ് ആയിട്ടിരിക്കുന്നതും നല്ല ലുക്കായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ലൈറ്റ് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ വീഡിയോ ചെയ്യണത്. നമ്മുടെ അടുക്കള പുറത്ത് ഇരുന്നിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. അപ്പോൾ നല്ലൊരു ലുക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഭയങ്കര ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ മേക്കപ്പ് വീഡിയോ നമുക്ക് അധികം എല്ലാവർക്കും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ. എന്നാൽ പിന്നെ ഇടയ്ക്കൊരു ചേഞ്ച് വേണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറയൂ കേട്ടോ. പിന്നെ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇതുപോലുള്ള മേക്കപ്പ് ഹാക്സും ടിപ്സൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എങ്ങനെയുണ്ടെന്നും കൂടി പറയണം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.